ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ് സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ഭൂതോച്ചാടന അനുഭവ പാഠങ്ങളുടെ 74-ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശ്വരേറ്റ് സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നമ്മൾ 67-ാമത്തെ സെഷനിൽ പങ്കുവച്ചതായ ഒരു 17 വയസ്സുകാരൻ്റെ ജീവിതത്തിൽ ഓജോ ബോർഡ് വഴി പൈശാചിക അരൂപികളെ വിളിച്ചു കയറ്റി വന്നതായ പൈശാചിക അനുഭവങ്ങൾ, അവനെ കൊണ്ട് മാതാപിതാക്കൾ ധ്യാനം കൊള്ളാനായിട്ട് 2 പ്രാവശ്യം വന്ന് ഒരു വിടുതലിന് വേണ്ടി പരിശ്രമിച്ചത്. പക്ഷെ അവന് അതിനുവേണ്ടി ആഗ്രഹിക്കുകയോ പരിശ്രമിക്കുകയോ ചെയ്യാത്തത് കൊണ്ട് അതിന് വിടുതലിലേക്ക് വരാൻ പറ്റാതെ പോയത്, ആ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കുറേ അനുഭവ പാഠങ്ങൾ ഭൂതോച്ചാടന മേഖലയെക്കുറിച്ചും നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ചും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതിന് ബാക്കിയായിട്ട് 1-2 ചിന്തകൾ കൂടി പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഈ ഒരു സെഷനിൽ നമ്മൾ കാണുന്നത്, ഞാൻ പറയുകയുണ്ടായി, ആദ്യത്തെ ധ്യാനത്തിൻ്റെ അവസാനത്തിൽ ബഹിഷ്കരണ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ആ പയ്യന് സാത്താന് ജയ് വിളിച്ചുകൊണ്ട് കസേര എടുത്ത് എറിഞ്ഞു അരുളിക്കയുടെ നേർക്ക് ആരാധന സമയത്ത്. പക്ഷേ ആൾക്കാർ അത് മുമ്പ് തട്ടി താഴെയിട്ടു. അവൻ നിലത്തേക്ക് വീണു. അപ്പോൾ ശുശ്രൂഷ എല്ലാവരും അവനെ പോയി ബലമായിട്ട് പിടിച്ച് കടത്തി. ആ ഒരു ബഹിഷ്കരണ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ അടുക്കലെത്തിയിട്ട് കുരിഞ്ഞു നിന്നു. നിലത്ത് കിടക്കുന്ന അവൻ്റെ കുരിഞ്ഞു നിന്നുകൊണ്ട് വിടുതലിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി. അപ്പോഴേക്ക് മനസ്സിലായി, അവന് അപ്പോഴും സാത്താന് ജയ് വിളിച്ചുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ അവനെ സാത്താനെ ഉപേക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് അവനെ ഒരു വിടുതലിലേക്ക് നയിക്കാനായിട്ട് സാധിക്കുകയില്ലെന്ന് മനസ്സിലാക്കി. അപ്പോൾ അവിടെ ഞാൻ കണ്ടതായ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ സെഷനിൽ പങ്കുവച്ചിരുന്നു. അവൻ്റെ കണ്ണിങ്ങനെ മലറൊക്കെ തുറന്നാണ് അവൻ കിടക്കുന്നത്. പക്ഷേ കണ്ണുകൾക്ക് ഉള്ളിൽ ഉണ്ണി കാണാനുണ്ടായിരുന്നില്ല. അതൊരു വളരെ അരോചകകരമായ ഒരു കാഴ്ചയാണത്. പക്ഷേ അങ്ങനെ കാഴ്ച ഞാൻ കണ്ടു. അതെൻ്റെ ഇങ്ങനത്തെ ഉള്ള ശുശ്രൂഷ അനുഭവങ്ങളിൽ ഒരിക്കൽ മാത്രമേ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ, പിശാചിന് ആവാസം ഒരു വ്യക്തിയിലേക്ക് കിട്ടുമ്പോൾ നമ്മൾ പറയും പിശാചിൻ്റെ ആവാസം, ഇംഗ്ലീഷിൽ പൊസഷൻ എന്നാണ് പറയുന്നത്. പൊസസ് ചെയ്യുക, സ്വന്തമാക്കി എടുക്കുക. നമ്മൾ വില്ലയിൽ നിന്നൊക്കെ സ്ഥലത്തിൻ്റെ പൊസഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാറുണ്ട്. കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഉടമസ്ഥ അവകാശ സർട്ടിഫിക്കറ്റാണത്. അപ്പോൾ പിശാച് പൊസസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ സ്വന്തമാക്കി എടുക്കുകയാണ്. ഈ പൊസഷൻ 2 രീതിയിലുണ്ട് എന്ന് പറയാറുണ്ട്. ഒന്ന്, പൂർണ്ണമായ പൊസഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി അറിഞ്ഞുകൊണ്ട് തന്നെ പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതൊരു പൂർണ്ണ പൊസഷൻ, പെർഫെക്റ്റ് പൊസഷൻ എന്ന് പറയും. അവിടെ പിശാചും സാത്താൻ്റെ അരൂപിയും ഈ വ്യക്തിയുടെ ഉള്ളുമായിട്ട് ചേരുകയാണ്. ആ വ്യക്തി ദൈവത്തിൻ്റെ സ്വന്തമാണ്. നാം എല്ലാവരും ദൈവം സ്വന്തമാക്കിയവരാണ്. പക്ഷെ അത് അവഗണിച്ചിട്ട് ദൈവത്തിൻ്റെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് പകരം സാത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നൊരു വ്യക്തി, അതിങ്ങനെ ആഘോഷമായിട്ടും ഫോർമലായിട്ടും രക്ത ഉടമ്പടി വഴിയായിട്ടൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്ന സംഭവങ്ങൾ ധാരാളമുണ്ട്. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുന്നിടത്ത് പിശാചിൻ്റെ അരൂപിയും ഈ വ്യക്തിയുടെ അരൂപിയും തമ്മിൽ, ആത്മാവും തമ്മിൽ, ഉള്ളവും തമ്മിൽ ചേർന്ന് പോകുന്നത് കൊണ്ട് സാധാരണ നമ്മൾ ബൈബിളിലൊക്കെ കാണുന്ന പൈശാചി ബാധിതർ ബഹളം വെക്കുന്നു, അലറി വിളിക്കുന്നു, ഉരുണ്ടു മറിഞ്ഞ് വീഴുന്നു, നൊരയും പതയും പുറപ്പെടുവിക്കുന്നു, അട്ടഹസം, ഇങ്ങനെയുള്ള ഒരു ചേഷ്ടകളും ഇങ്ങനത്തെ ആൾക്കാർ പ്രകടിപ്പിക്കുകയില്ല. അവർ വളരെ ക്വയറ്റ് ആൻഡ് കാം ആയിട്ട് പെരുമാറും. ഒരുപക്ഷെ അങ്ങനെ പിശാചിനെ അറിഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് സ്വീകരിക്കുന്ന വ്യക്തിയുടെ ഒരു നേർചിത്രമാണ് യൂദാസ് കറിയാത്തെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. യൂദാസ് കറിയാത്തയിൽ സാത്താൻ ആവസിച്ചുവെന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. ലൂക്ക 22-ന്റെ ആദ്യ വാക്യങ്ങളിലും യോഹന്നാൻ 13-ന്റെ 27, 28 ഒക്കെ വാക്യം നമുക്കറിയാം. പക്ഷെ സാത്താൻ ആവസിച്ചിട്ടും യൂദാസ് അലറി വിളിക്കുന്നില്ല, ഉരുണ്ടു മറിഞ്ഞ് വീഴുന്നില്ല, ഒച്ച വെക്കുന്നില്ല, നൊരയും പതയും പുറപ്പെടുവിക്കുന്നില്ല, ഒന്നുമില്ല. അവൻ കൂളായിട്ട് ഇറങ്ങി ആ ഇരുട്ടിലേക്ക് പോയി അന്ത്യത്താഴ വേള നിന്നും. എന്നിട്ട് പോയി പുരോഹിതന്മാരെ കണ്ടു. അവിടെ നിന്നും 30 വെള്ളിക്കായ ശീശ ഒറ്റിക്കൊടുക്കുന്ന പ്രതിഫലമായിട്ട് വാങ്ങി അതും പോക്കറ്റിലിട്ട് ഒച്ചയൊന്നും കേൾപ്പിക്കാതെ പൊത്തിപ്പിടിച്ചുകൊണ്ട് പടയാളികളെയും കൂട്ടി ഈശ്വര പക്കൽ ഗെത്സമൻ തോട്ടത്തിലെത്തുന്നു. ഈശ്വര പക്കലേക്ക് ഒരു പുഞ്ചിരിയോടെ അടുത്ത് വന്നിട്ട് ചുംബനം, സ്നേഹത്തിൻ്റെ അടയാളമായ ചുംബനം, വഞ്ചനയുടെ പര്യായമായിട്ട് കവിളുത്ത് കൊടുക്കുന്നു. എന്നിട്ട് പോവുകയാണ്. ഇത്രയും ചെയ്യുന്നതിനിടയ്ക്ക് ഒരിടത്തും അവൻ്റെ കൂടെ സാത്താനുണ്ട്. പക്ഷെ എന്നിട്ട് ഒരിടത്തും യൂദാസ് ബഹളം വെക്കുന്നില്ല, ഉരുണ്ട് വീഴുന്നു, മറിഞ്ഞു വീഴുന്നില്ല. ഈശോയുടെ പക്കൽ എത്തിയിട്ടും അലറി വിളിക്കുന്നില്ല.
നമ്മൾ ഒരു അപ്പൻ മോനെയും കൊണ്ട് ഈശ്വര പക്കലേക്ക് പിശാചബദ്ധ ഒഴിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ മർക്കോസ് 9 വായിക്കുന്ന നമുക്കറിയാമല്ലോ 14 വാക്യങ്ങളിൽ അകലെ വെച്ച് ഈശോയെ കണ്ടപ്പോൾ തന്നെ അശുദ്ധാത്മാവ് ആ ബാലിനെ തട്ടിമറിച്ചിട്ടു. അവ നിരത്ത് വീട് കടന്ന് ഉരുണ്ട് ബഹളം വെക്കുകയാണ്. അങ്ങനത്തെ പെരുമാറ്റം ഒന്നും ഇവിടെ യൂദാസ് ഈശ്വര പക്കലേക്ക് വരുമ്പോൾ ഇല്ല. സാത്താനകത്തിരിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? ഈ സാത്താനെ യൂദാസ് തൻ്റെ ഉള്ളിൽ സ്വീകരിച്ച് സൽക്കരിച്ചിരുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് സാത്താൻ അവിടെ കംഫർട്ടബിളാണ്. സാത്താനൊരു അവകാശം കിട്ടിയിരിക്കുക. യൂദാസ് അറിഞ്ഞുകൊണ്ട് അവകാശം കൊടുത്തിരിക്കുക. യൂദാസിൻ്റെ അധിപനായിട്ട് ഉടമസ്ഥനായിട്ട് സാത്താൻ മാറി. വചനം പറഞ്ഞ് നമുക്കറിയാലോ, 1 കൊരിന്തോസ് 6:19, 18, 19 വാക്യങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ. യേശുവിൻ്റെ രക്തത്തെ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ. അങ്ങനെ വിലയ്ക്ക് വാങ്ങപ്പെടുക എന്ന് പറയുന്നത് എന്താണ്? ഈശോ മത്തായിയുടെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ 26, 27 വാക്യങ്ങൾ പറയുന്ന പറയാലോ, അനേകരുടെ മോചനദ്രവ്യമായിട്ട് സ്വന്തം ജീവൻ നൽകാൻ വേണ്ടി മനുഷ്യപുത്രൻ വന്നിരിക്കുന്നു. മോചനദ്രവ്യം വിലയ്ക്ക് വാങ്ങാൻ കൊടുക്കുന്ന വിലയാണ് മോചനദ്രവ്യം. ആ വില ദൈവം സാത്താന് കൊടുത്തു എന്നുള്ളതല്ല. മനുഷ്യർ പിശാചിൻ്റെ അടിമകളായിട്ട് പോയി. അടിമകളായപ്പം അതിന് അവർ കുറച്ച് കടം വരുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ പിശാചിന് കിട്ടിയ അവകാശം അത് തീർക്കാൻ വേണ്ടിയിട്ട് എന്തുമാത്രം കടം വരുത്തി അത് മുഴുവനും വീട്ടിൽ കൊടുക്കുകയാണ്. അങ്ങനെ വീട്ടിൽ വിടുവിച്ചെടുക്കുന്ന ആ ഒരു പ്രക്രിയ, അതാണ് ഈശോ മോചനദ്രവ്യം എന്ന് പറയുന്നത്. മോചനദ്രവ്യമായിട്ട് ഈശോ കൊടുക്കുന്ന സ്വന്തം ജീവനാണ്. സ്വന്തം ജീവൻ ഈശോ മോചനദ്രവ്യമായിട്ട് കൊടുക്കുന്നത് കുരിശിലെ ബലി നമുക്കറിയാം. കുരിശിലെ ബലിയുടെ ചൈതന്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് പാവപരിഹാര ബലിയാണ്. പാപമെന്ന് പറയുന്നത് പിശാചിൻ്റെ പ്രവൃത്തിയാണ്. പിശാചിൻ്റെ പ്രവൃത്തിയെ പരിഹരിച്ചുകൊണ്ട് കുരിശിൽ തൻ്റെ രക്തം ചിന്തി ജീവൻ ബലിയർപ്പിച്ചു ഈശോ. ആ ഒരു പാപപരിഹാരമാണ് മോചനദ്രവ്യം. അപ്പോൾ പിശാചിൻ്റെ പ്രവൃത്തിയായ പാപത്തെ വിടുവിച്ച് അവസാനിപ്പിച്ച് തീർത്തെടുത്ത് പിശാചിൻ്റെ അവകാശികളായ മനുഷ്യ മക്കളെ സ്വന്തമാക്കിയെടുക്കുന്നു. അതാണ് മോചനദ്രവ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ വില കൊടുത്ത് ഈശോ നേടിയെടുത്ത ഓരോ മനുഷ്യ വ്യക്തിയും ദൈവത്തിൻ്റെ സ്വന്തമാണ്, ഈശ്വരമാണ്. അതാണ് 1 കൊരിന്തോസ് 6:19-20 വാക്യം നമ്മൾ കാണുന്നതായ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് എന്നുള്ള ആ ഒരു വചനത്തെ നമ്മൾ കാണുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കുന്ന മനുഷ്യരുടെ ഉള്ളത്തിൽ സാത്താൻ അവകാശം പാപം വഴി നേടിയെടുത്തിട്ട് സാത്താനിൻ്റെ ഉടമസ്ഥനായിട്ട് മാറുന്ന അനുഭവം, അതാണ് പൊസഷൻ. ഉടമസ്ഥത നേടിയെടുക്കുകയാണ്, പാപം വഴി നേടിയെടുക്കുകയാണ്. അങ്ങനെ പൊസസ് ചെയ്യുമ്പോൾ ഈ വ്യക്തി അറിഞ്ഞുകൊണ്ടാണ് പൊസഷന് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്നതെങ്കിൽ അവിടെ ഉടമസ്ഥത ഏറ്റെടുക്കുന്ന പിശാചും ഉടമസ്ഥത വിട്ടുകൊടുക്കുന്ന ഈ മനുഷ്യ വ്യക്തിയും തമ്മിൽ യാതൊരു സംഘർഷവും ഇല്ല. ഇതാണ് പെർഫെക്റ്റ് പൊസഷൻ എന്ന് പറയുന്നത്. എന്നാൽ സാധാരണ നമ്മൾ ബൈബിളിൽ കാണുന്നതും ധ്യാനകേന്ദ്രങ്ങൾ ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ കാണുന്നതും അല്ലെങ്കിൽ ദേവാലയത്തിലൊക്കെ പ്രാർത്ഥനാ മധ്യം മറിഞ്ഞു വീഴുന്നതായിട്ട് കാണുന്ന സംഭവങ്ങളിലൊക്കെ ഒരു അപൂർണ പൊസഷനാണ്, അല്ലെങ്കിൽ പൂർണ്ണ ആവാസമല്ല, ഭാഗികമായ പൈശാചിക ആവാസമാണ്. അവിടെ എങ്ങനെയോ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പൈശാചിക അരൂപിക്ക് അവകാശം കിട്ടിയില്ല, അവസരം കിട്ടി, ഒരു പഴുത് കിട്ടി, എൻട്രി പോയിൻ്റ് കിട്ടി, അവൻ കയറി നിയന്ത്രണം ഏറ്റെടുത്തു. പക്ഷെ അതങ്ങനെ ഈ വ്യക്തി ആഗ്രഹിച്ചതല്ല, അറിഞ്ഞ് ആഗ്രഹിച്ചതല്ല, തുറന്നു കൊടുത്തതല്ല. ആ കടന്നു കയറി തിന്മയുടെ അരൂപി ഈ വ്യക്തി അറിഞ്ഞ് സ്വീകരിച്ചിട്ടുമില്ല. അങ്ങനെ ആയതുകൊണ്ട് ഈ അരൂപിയുടെ സാന്നിധ്യം ഈ വ്യക്തിക്ക് ശരിക്കും ഭാരമാണ്, ഞെരുക്കമാണ്, സഹനമാണ്, നിസ്സഹായതയാണ്. അത് തിരിച്ചറിയുന്നുണ്ട്, പക്ഷേ ഇറക്കി വിടാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള വ്യക്തിയുടെ ഉള്ളും സ്വന്തം അരൂപിയും ആത്മാവും ഈ കടന്നു വന്നിരിക്കുന്ന പൈശാചിക ആത്മാവും തമ്മിൽ സംഘർഷമുണ്ട്. ഈ സംഘർഷത്തിൻ്റെ ഭാഗമാണ് ഈ പിശാചിന് ഇരയായിരിക്കുന്ന വ്യക്തികൾ ഇടയ്ക്ക് അലറി വിളിക്കുന്നു, ഒച്ച വെക്കുന്നു, ബഹളം വെക്കുന്നു. ഈ വ്യക്തി സ്വന്തം ആഗ്രഹത്താൽ ഒരു ആത്മീയ സഹായം തേടിയ ധ്യാന കേന്ദ്രത്തിൽ ഒരു ശുശ്രൂഷണ പക്കരയ്ക്കോ അല്ല പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ പൈശാചിക അരൂപിക്ക് സ്വീകാര്യമല്ല, സമ്മതമല്ല. അതുകൊണ്ട് പൈശാചിക അരൂപി തൻ്റെ അതിർത്തി പ്രകടിപ്പിക്കാൻ നോക്കുകയാണ്, ഈ വ്യക്തിയെ പീഡിപ്പിക്കാൻ നോക്കുക, ഞെരുക്കുകയാണ്. ആ ഞെരുക്കത്തിൻ്റെ അതൊരു പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൻ്റെ വേദിയായിട്ട് മാറുന്ന ഈ വ്യക്തി ശരീരമാണ്.
അതുകൊണ്ടാണ് ഈ വ്യക്തി അപ്പോഴേക്കും നിയന്ത്രണം വിട്ട് അലറി വിളിക്കുന്നു, ഉരുണ്ട് വീഴുന്നു, മറിഞ്ഞു ഇങ്ങനത്തെ പെരുമാറ്റം എല്ലാം കാണുന്നത്. അപ്പോൾ ഇത് അപൂർണ്ണ പൊസഷനാണ്. പക്ഷേ ഇതാണ് നമ്മൾ സാധാരണ പൊസഷൻ അതിൽ കാണുന്നത്. അത് ആദ്യം പറഞ്ഞതായ പൂർണ്ണ പൊസഷൻ എന്ന് പറയുന്ന അവസ്ഥയിലുള്ള വ്യക്തികൾ ഒരിക്കലും ഒരു ധ്യാന കേന്ദ്രത്തിന് സഹായം തേടി വരികയല്ല, ഒരു ആത്മീയ ശുശ്രൂഷയ്ക്കും കടന്നു വരികയല്ല, അവർ സഹായം ആവശ്യപ്പെടുകയില്ല. അവർ കംഫർട്ടബിളാണ് ഈ പൈശാരൂപിയാണ്. അതാണ് യുവദാസൻ്റെ അവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ കണ്ണുകൾ ഇങ്ങനെ ഉണ്ണിയില്ലാത്ത അവസ്ഥയിൽ കണ്ണായി പോകുന്ന അവസ്ഥ ഈ പയ്യനിലേക്ക് കടന്നു കയറി സാത്താൻ ആ ശരീരത്തിൻ്റെ മേൽ ഉടമസ്ഥത എടുത്തുകൊണ്ട് നടത്തുന്ന പരാക്രമങ്ങളുടെ ഇടപെടലുകളുടെ ഒരടയാളം മാത്രമാണ്. നമുക്ക് അതേപറ്റി അല്പം കൂടെ ചിന്തിക്കാം അടുത്ത സെഷനിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.